അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദിക അൽ-തഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകളൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നല്ല ഒരു ജീവിതം കാഴ്ചവെക്കാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിൽ നാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഥവാ കഴിഞ്ഞ ആഴ്ചകളിൽ ലോകത്തിനിക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് അപകടങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. വാർത്തകളിൽ നമ്മൾ വായിച്ചു, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന വാർത്തകളിൽ പ്രധാനപ്പെട്ടതാണ് അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തം. നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. 242 ആളുകൾ ആ വിമാനത്തിൽ, അവിടുത്തെ ജോലിക്കാരുൾപ്പെടെ ഉള്ള ആളുകളുണ്ടായിരുന്നല്ലോ. അതിൽ ഒരാൾ മാത്രമാണ് ബാക്കിയായത്. ബാക്കി 241 പേരും മരണപ്പെട്ടു. എന്നു മാത്രമല്ല, വിമാനം വന്ന് വീണ ആ ഹോസ്റ്റലിൻ്റെ ഉള്ളിലുള്ള ആളുകൾ, അവിടെ ആ പരിസരത്തുള്ള ആളുകൾ, ഇങ്ങനെ പല ആളുകളും മരണപ്പെട്ട വാർത്ത നമുക്കൊക്കെ വല്ലാതെ ദുഃഖമുണ്ടാക്കി എന്നുള്ളതാണ് സത്യം. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊക്കെ സമാധാനമുണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കാളികളാവും. നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ച വാർത്തകളിൽ പ്രധാനപ്പെട്ടത് അത് തന്നെയായിരുന്നു. അതുപോലെ കപ്പൽ അപകടം, ചരക്ക് കപ്പലിൽ കത്തിയത്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വേദനകൾ പല സമയങ്ങളിലും നാം കേൾക്കുന്നു, നാം അറിയുന്നു. ഈ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ അറിയുമ്പോഴും കേൾക്കുമ്പോഴും ലോകത്തിൻ്റെ മുമ്പിൽ ഭീതിയോടെയും ദുഃഖത്തോടെയുമൊക്കെ നിലകൊള്ളുന്ന ആളുകളുടെ മാനസികാവസ്ഥ നമ്മൾ അറിയാതെ പോകരുത്. അവരോടൊക്കെ ഒരു കരുണയോടുകൂടെ വർത്തിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്കൊക്കെ ചെയ്യാനുള്ളത്. എപ്പോഴും പ്രയാസപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാനാണ് ദീൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപകടങ്ങളിലേക്ക് വരുന്ന വഴികൾ എല്ലാം ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും നിർത്തൽ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതും നമുക്ക് ചേർത്തു പറയേണ്ടതാണ്. കാരണം സാധാരണക്കാരായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൻ്റെ മറ്റു വശങ്ങളൊന്നും ആലോചിക്കുകയില്ല. ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ആ വാഹനത്തിൻ്റെ ഗുണമേന്മ എത്രയുണ്ടെന്നും നമുക്ക് ചിലപ്പോൾ നോക്കാൻ അറിവില്ലാതെ വരും. പക്ഷേ ഒരു വാഹനം പൊതുനിരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വാഹനത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും
ബന്ധപ്പെട്ട ആളുകൾ പരിശോധിക്കണം. ഇവകളൊന്നും പരിശോധിച്ചിട്ടില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പരിശോധിച്ചിട്ടുണ്ടാവും. പിന്നെ വിധി അത് ആർക്കും തട്ടിമാറ്റാൻ കഴിയൂല. അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം അതാണല്ലോ. അതിൽ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം, അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ എന്ന്. ഒരു മുസ്ലിം വാഹനത്തിൽ യാത്ര തുടങ്ങുമ്പോൾ തന്നെ വാഹനത്തിലേക്ക് കയറിയാൽ ദുആ ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരു മുസ്ലിമിൻ്റെ അച്ചടക്കമാണ്. യാത്രകളിൽ പാലിക്കേണ്ടുന്ന ആദാബുകളും മര്യാദകളുമൊക്കെ പാലിക്കലും നമ്മുടെ ഒരു ചിട്ടയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. വാഹനങ്ങൾ ഓടിക്കുന്നവർക്കോ വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം അവരെ വിശ്വസിച്ചുകൊണ്ടാണ് ആ വാഹനത്തിൽ കയറുന്ന ആളുകൾ മുഴുവനായിട്ടും യാത്ര പോകുന്നത്. അപ്പോൾ അവർ സുരക്ഷിതമായി തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും, ഈ വാഹനം എത്തും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടുകൂടെയാണ് ഏതൊരാളും ആ വാഹനത്തിൽ യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്കും അതിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. യാത്രികർ തമ്മിലുള്ള ഒരു ഐക്യവും അതും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. യാത്ര ആരെ കൂടെ വേണം, എത്ര ആൾ യാത്ര പോകണം. ചുരുങ്ങിയ ഒരു യാത്രയുടെ അംഗസംഖ്യ 3 വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു ഇസ്ലാമിക വിശ്വാസമുള്ള ആളുകളോടാണ്. മറ്റുള്ളവർ കേൾക്കുന്നുവെങ്കിൽ അവർക്ക് കേൾക്കാം, വിരോധങ്ങളൊന്നുമില്ല, ആർക്കും കേൾക്കാം. കാരണം 3-ലധികം ആളുകൾ യാത്ര പോകുമ്പോൾ ഒരാളെ അതിൻ്റെ ലീഡറായി തിരഞ്ഞെടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണത്? ആ യാത്ര കൃത്യമായി ഒന്ന് ക്രമീകരിച്ച് പോകാൻ ഒരാളുടെ നേതൃത്വം ആവശ്യമാണ്. ഒരാളുടെ നേതൃത്വം ആ കൂട്ടം ആളുകളുമായി ഒന്ന് കൂടിയാലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ യാത്ര ഏറെ സന്തോഷകരവും അവർ ഉദ്ദേശിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണമേന്മ. അതാണ് ആ ഒരു രീതിയാണ് ഇസ്ലാം കാണുന്നത്. യാത്ര ഒന്നെങ്കിൽ ജോലി ആവശ്യാർത്ഥം, അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട വിനോദങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ യാത്ര ചെയ്യാം. അല്ലെങ്കിൽ ഇബാദത്തുകൾക്ക് വേണ്ടി ഉംറ, ഹജ്ജ്, സിയാറത്തുകൾ തുടങ്ങിയ കാര്യങ്ങൾ, പഠനം, പരീക്ഷ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ യാത്ര പോകാറുണ്ട്. മറ്റു രോഗസന്ദർശനം അതിനും യാത്ര പോകാറുണ്ട്. ഏത് യാത്രയാണെങ്കിലും അതൊക്കെ ഇസ്ലാം വിലക്കാത്ത ഏത് യാത്രകളും അഥവാ ഹലാലായ ഏത് യാത്രയ്ക്കും ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല, ചില യാത്രകൾക്കൊക്കെ പ്രതിഫലവും അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കും. അപ്പോൾ യാത്രകൾക്കൊക്കെ അപകടങ്ങൾ പൊതുവെ പറയുന്നൊരു കാര്യം അസ്വഫറു കിത്അത്തും മിനൽ അദാബ് എന്നാണ്. യാത്ര ഒരു അദാബിൻ്റെ ഒരു കഷ്ണമാണ്. എന്ന് പറഞ്ഞാൽ യാത്രകളിൽ അപകടങ്ങൾക്ക് സാധ്യത വരുന്നുണ്ട്. പക്ഷേ നമ്മളത് എല്ലാവരും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അപകടങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം, ബസ്സിൽ കയറിയ ആളോട് ബസ്സിൻ്റെ ഒരു സന്ദേശമുണ്ട്. എന്താണത്? നിങ്ങളുടെ തലയും കൈയും പുറത്തേക്കിടരുത്. എന്താണ് ബസ്സിൽ അങ്ങനെ എഴുതി വെക്കാനുള്ള കാരണം? സ്പീഡിൽ ബസ് പോകുന്ന സമയത്ത് മറ്റു ബസ്സുകൾക്കൊക്കെ വാഹനങ്ങൾക്ക്
സൈഡ് കൊടുക്കുന്ന സമയത്ത് നാം തലയോ കൈയോ ഇട്ടാൽ നമ്മുടെ കയ്യിന് പരിക്കേൽക്കും, തലക്ക് പരിക്കേൽക്കും. എന്നാൽ കാല് ഇടരുതെന്ന് പറയുന്നില്ല, കാരണം കാല് ഇടാനൊരു സാധ്യത അവിടെ വരുന്നില്ല. അപ്പോൾ സാധ്യത, അപകടങ്ങൾക്ക് സാധ്യത എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മോട്ടോർ വാഹന വകുപ്പും ബന്ധപ്പെട്ട ആളുകളും ചില നിർദ്ദേശങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നൽകുന്നുണ്ട്. എല്ലായിടത്തും അങ്ങനെ ആ നാടിനനുസരിച്ച് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുപോലെ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങൾ വിമാനത്തിൻ്റെ നിർദ്ദേശങ്ങളായിട്ടുണ്ട്. വിമാനം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ സീറ്റ് ബെൽറ്റ് ഇടുക. ഈ സമയങ്ങളിൽ അതിൽ സീറ്റിലിരിക്കാതെ നടക്കരുത്, സീറ്റിലിരിക്കുകയാണ് വേണ്ടത്. ഈ സമയത്ത് മൊബൈൽ ഫോൺ ഓഫാക്കുക തുടങ്ങിയ ചില നിർദ്ദേശങ്ങളൊക്കെ വിമാനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാൾ ട്രെയിനിൻ്റെ വാതിലിൻ്റെ അടുക്കൽ നിൽക്കരുത്. കാരണം നമുക്ക് ചിലപ്പോൾ ഉറക്കം വരികയോ ക്ഷീണം വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തേക്ക് വിടാൻ സാധ്യതയുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുന്നവരും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും ഒക്കെ അങ്ങനെയാണ്. ബസ് വാഹനങ്ങളൊക്കെ നിർത്തിയതിന് ശേഷം ഇറങ്ങുക, കയറുക. ബസ് വാഹനങ്ങൾ വരുമ്പോൾ മാറി നിൽക്കുക, സൈഡ് കൊടുക്കുക, നമുക്ക് അനുവദിച്ച ഭാഗത്തിലൂടെ വാഹനം ഓടിക്കുക, സീറ്റ് ബെൽറ്റ് ഇടുക. അതുപോലെ മൊബൈൽ ഫോൺ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന മറ്റു നിബന്ധനകളൊക്കെയും പാലിക്കുന്നത് ഒരു പരിധിവരെ അപകടങ്ങൾ നമ്മളിൽ നിന്ന് ഇല്ലാതെയാക്കാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. കാൽനട യാത്രക്കാർ തന്നെ അവർക്ക് നിശ്ചയിച്ച ഭാഗത്തിലൂടെയാണ് അവർ പോകേണ്ടത്. റോഡിൻ്റെ വലതു സൈഡിലൂടെയാണ് പോകേണ്ടത്. അതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്കാണ്. വാഹനവും നമുക്കും പ്രയാസമില്ലാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കണം. അതിനു വേണ്ടിയുള്ളതാണ് നിയമം. നിയമങ്ങൾ പാലിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരും പാലിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് എല്ലാവർക്കും സുരക്ഷിതമായ ഒരു യാത്ര ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാത്രകളൊക്കെ സഫലമാകട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യാത്ര പോകാൻ ഏറ്റവും സുന്നത്തായ ഒരു ദിവസം വ്യാഴാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം നിർബന്ധമില്ലെങ്കിൽ, ജുമുഅ നഷ്ടപ്പെടുന്നില്ലെങ്കിൽ പ്രഭാതത്തിന് ശേഷം യാത്ര പോകൽ അനുവദനീയമല്ല എന്നതിന് പഠിപ്പിക്കുന്നുണ്ട്. ജുമുഅ കിട്ടുമെങ്കിൽ, അതുപോലെ നിർബന്ധ സാഹചര്യമാണെങ്കിൽ, വിമാനയാത്ര പോലത്തത് നിർബന്ധ ഒരു സാഹചര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ദിവസം ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അന്ന് മാത്രമാണ് ടിക്കറ്റ് ഉള്ളത് എങ്കിൽ അന്ന് പോകാം. അത്യാവശ്യമായിട്ട് അന്ന് തന്നെ പോകണം. മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചാൽ തങ്ങളുടെ ജോലിക്ക് അത് ബാധിക്കും എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിസയുടെ പ്രശ്നം വരും എന്ന് തോന്നുകയാണെങ്കിൽ യാത്ര ചെയ്യുന്നതിന് വിരോധങ്ങളൊന്നും ഇല്ല. ഒരു കാരണവുമില്ലാതെ ജുമുഅ കിട്ടൂലെങ്കിൽ വെള്ളിയാഴ്ച യാത്ര ചെയ്യൽ നല്ലതല്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അതുപോലെ യാത്രക്കിറങ്ങുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്നുള്ള ആ ഒരു ദുആ നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ നമുക്ക് ചൊല്ലൽ സുന്നത്തുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആദാബുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യാത്രകൾക്ക് എപ്പോഴും അതിൻ്റേതായ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും നമ്മുടെ യാത്രകളൊക്കെ സന്തോഷകരമാവട്ടെ. നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന ഏത് യാത്രകൾക്കും സന്തോഷകരമായ അവസ്ഥ തന്നെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ദുആ ചെയ്യാനുള്ളത്. എല്ലാവരും ഈ നല്ല കാര്യം ഷെയർ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.